ഉരുളക്കിഴങ്ങ് വെച്ച് 5 മിനിറ്റിൽ നമുക്ക് ചായക്കടി ഉണ്ടാക്കിയാലോ. ഇത് 2 ഉരുളക്കിഴങ്ങാണ്. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2-3 അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങായതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ നല്ല വെള്ളമൊക്കെ ഉണ്ടാവും. സാധാരണ ഉള്ളിവടക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സംഭവം അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ആയാൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതെൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ. ഞാൻ വേറൊരു ശ്രദ്ധയിലാകുമ്പോഴത്തേക്ക് നല്ലോണം ആയിപ്പോയി. ഇത് നിങ്ങളാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ അടുത്തത് കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിമൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഫ്ലെയിമിൽ തന്നെ ആക്കേണ്ടതാണ്. ഇപ്പോൾ ഇതും കൂടി നല്ലോണം ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ചായക്കടി റെഡിയായി കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലേ. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.